തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളൽ കഞ്ഞു കുടിപ്പിക്കും, ചാത്തൻ പൂട്ടൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ, ഗൗരിച്ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊയ്ക്കൂടെ. 65 കൊല്ലം മുമ്പ് ഒരു സമൂഹത്തിന്റെ മനോവൈകൃതത്തിൽ നിന്ന് രൂപം കൊണ്ട വിമോചന സമരത്തിൽ ഉയർന്ന അശ്ലീല മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അന്നത് വിളിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയെന്ന് അവകാശപ്പെട്ട കോൺഗ്രസ്. ബാലറ്റിലൂടെ ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ വരികയും അങ്ങനെ ദരിദ്ര പിന്നാക്ക വിഭാഗങ്ങളിലേക്ക് അധികാരമെത്തിയതിൻ്റെ അങ്കലാപ്പ് മുഴുവൻ ആ മുദ്രാവാക്യത്തിൽ ഉണ്ടായിരുന്നു. മൃഗതുല്യമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കാലത്തോട് കലഹിച്ചാണ് പുരോഗമന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് എത്തിച്ചത്. അങ്ങനെ അഭിമാനം വീണ്ടെടുത്ത ജനത ഉറക്കെ വിളിച്ചു പറഞ്ഞു, തമ്പ്രാൻ എന്ന് വിളിക്കില്ല, പാളൽ കഞ്ഞി കുടിക്കില്ല എന്ന്. കാലം മുന്നോട്ട് പോയി. കോരന് കുമ്പിളിലല്ല, നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രത്തിൽ തന്നെ കഞ്ഞി കുടിക്കാനായി. കുടില് കെട്ടിയെടുത്ത് തന്നെ സ്വന്തം ഭൂമി എന്ന അവകാശത്തോടെ കഴിയാനായി. സ്വന്തമായി ഇടം ലഭിച്ച മലയാളി അങ്ങനെ തൻ്റെടിയായി. ജന്മിയുടെ അടിമകളായിരുന്നവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നല്ല പള്ളിക്കൂടങ്ങളിൽ പഠിക്കാനായി. പക്ഷേ തമ്പ്രാന്മാരുടെ പരമ്പരയിലെ ചിലർ പൊടി പിടിച്ച ഫ്യൂഡൽ ചിന്തകളിൽ അഭിരമിച്ച് കഴിയുന്നുണ്ട് ഇന്നും. ജന്മിത്വ വ്യവസ്ഥയുടെ പ്രചാരകരായിരുന്ന കോൺഗ്രസുകാരിൽ പലരും കാലാന്തരത്തിൽ BJP-ക്കാരായി പരിണമിച്ചു. സ്വാഭാവികം. KPCC പ്രസിഡന്റായ K. സുധാകരനും BJP-യുടെ ദേശീയ കൗൺസിൽ അംഗമായ കൃഷ്ണകുമാറും ഒരേ ഭാഷ സംസാരിക്കുന്നത് അങ്ങനെയാണ്. തൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ പണിക്ക് വന്നിരുന്നവർ പറമ്പിൽ കുഴികൊത്തി കഞ്ഞി കുടിക്കുന്നത് കാണുമ്പോൾ BJP നേതാവിന് കൊതി വരുമായിരുന്നത്രേ. അന്നെങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്. ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവലെടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മോഹമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. കൃഷ്ണകുമാർ പറഞ്ഞതിൽ നിന്ന് തന്നെ മണ്ണിൽ പണിയെടുത്തിരുന്ന അന്നത്തെ മനുഷ്യനെ എങ്ങനെയാണ് ഉന്നത ജാതിക്കാർ നോക്കിക്കണ്ടത് എന്ന് മനസ്സിലാക്കാം. പണിക്ക് വരുന്നവർക്ക് വീട്ടിലോ മുറ്റത്തോ പോലുമല്ല, പട്ടിയും പൂച്ചയും വിഹരിക്കുന്ന മനുഷ്യവിസർജ്യമുള്ള പറമ്പിൽ തന്നെ അവിടെ ഒരു കുഴി കുത്തിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. പഴങ്കഞ്ഞിയാണ് പണിക്കാർക്ക് ഇഷ്ടവിഭവമെന്നാണ് കൃഷ്ണകുമാറിന്റെ പക്ഷം. അങ്ങനെയല്ല ചരിത്രം സംസാരിക്കുമ്പോൾ കാണേണ്ടത്. പണിയെടുക്കുന്നവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ തന്നെ അത് പണിയെടുപ്പിക്കുന്നവന്റെ വീട്ടിൽ മിച്ചം വന്ന എന്തെങ്കിലും ഭക്ഷണമായിരിക്കും. പട്ടിണി നിത്യവ്രതമായ തൊഴിലാളികൾക്ക് അത് നിവൃത്തിയില്ലാതെ കഴിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം അന്തരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനുമായ M. കുഞ്ഞാമൻ എതിര് എന്ന തന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാലമുണ്ട്. 14-ാമത്തെ വയസ്സിൽ ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്കായി ചെന്നപ്പോൾ കഞ്ഞി മണ്ണിലൊഴിച്ചു കൊടുത്തു കുഞ്ഞാമന്. ആ വീട്ടിലെ ഭയങ്കരനായ ഒരു പട്ടിയും അതേ കഞ്ഞി കുടിക്കാനുണ്ടായിരുന്നു. പട്ടി കുഞ്ഞാമനെ കടിച്ചു മാറ്റി. ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല, 2 പട്ടികൾ തമ്മിലുള്ള ബന്ധമായാണ് തനിക്ക് പിന്നീടത് അനുഭവപ്പെട്ടതെന്നായിരുന്നു കുഞ്ഞാമൻ പറഞ്ഞത്. മൃഗങ്ങളെപ്പോലെയോ അതിലും മോശമായോ മനുഷ്യനെ മനുഷ്യൻ പരിഗണിച്ച കാലമാണ് BJP നേതാവിനെ ഇക്കാലത്തും കൊതിപ്പിക്കുന്നത്. അത് കൊതിയല്ല, ജാതിയാണ്. സമൂഹത്തിൽ പിന്നാക്കം മാറ്റി നിർത്തപ്പെട്ട ചെത്തു തൊഴിലാളിയുടെ മകൻ കേരളം ഭരിക്കുമ്പോൾ ഒന്നല്ല പല തവണയാണ് K. സുധാകരൻ എന്ന ഫ്യൂഡലിസ്റ്റ് ജാതിയുമായും സാമൂഹ്യമായും പിണറായി വിജയനെ അധിക്ഷേപിച്ചത്. സുധാകരനും കൃഷ്ണകുമാറും 2 പാർട്ടിയിലാണെങ്കിലും സവർണ മേൽക്കോയ്മയുടെ രാഷ്ട്രീയം ഒരുപോലെയാണ് ഇരുവർക്കുമിടയിൽ പ്രവർത്തിക്കുന്നത്. തുടച്ചു നീക്കാനാകാത്ത വിധം ജാതിക്കട പുരണ്ട മനസ്സുമായാണ് ഇന്നും BJPയോ കോൺഗ്രസോ എന്ന് വേർതിരിക്കാനാകാത്തവരും ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ ജാതി ചിന്തയെ നേരിടാനാവാതെ നമ്മുടെ ജനാധിപത്യം ദുർബലമാകുകയാണ്.